ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് എൻ്റെ ആർട്ട് വർക്ക്സ് റിലേറ്റഡ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എപ്പോഴും ലൈവ് ചാറ്റിലൊക്കെ വരുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്. അന്നേരം ഞാൻ പറയാറുണ്ട് കുറച്ച് ആർട്ട് വർക്ക്സ് ഒക്കെ ചെയ്യാറുണ്ടെന്ന്. മെയിനായിട്ട് ഞാൻ ചെയ്യുന്ന ആർട്ട് വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് പെയിൻറ്റിങ്സ് ചെയ്യാറുണ്ട്, കുറച്ച് ബോട്ടിൽ ആർട്സ് ഒക്കെ ചെയ്യാറുണ്ട്, ചെറിയ ചെറിയ ക്രാഫ്റ്റ്സ് വർക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ എനിക്കൊന്നൊരു 7 years മുകളിലായിട്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു 2017 തൊട്ടൊക്കെയാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം അന്ന് സ്റ്റാർട്ടിങ്ങിൽ ചെയ്തു തുടങ്ങിയത് ഗ്ലാസ് പെയിൻറ്റിങ്സ് ആയിരുന്നു കേട്ടോ. ഞാൻ ചെയ്ത കുറച്ച് ഗ്ലാസ് പെയിൻറ്റിങ്സ് കണ്ടാലോ? സ്ഥിരമായിട്ട് എല്ലാവരും കാണാറുള്ള ഒരു ഗ്ലാസ് പെയിൻറ്റിങ് ഞാൻ ലൈവ് ചാറ്റ് വരുമ്പോൾ എല്ലാവർക്കും അറിയാം. 2 പീക്കോക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു ഗ്ലാസ് പെയിൻറ്റിങ് എപ്പോഴും എൻ്റെ ബാക്ക് സൈഡിലായിട്ട്, ഞാൻ ഇരിക്കുന്നതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കാണാറുണ്ട്. അപ്പം കുറച്ച് പേരൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്ത ഗ്ലാസ് പെയിൻറ്റിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്ന, എപ്പോഴും എല്ലാവരും കാണുന്നുമുണ്ട്. ഞാൻ വേറെ 3-4 കാണിക്കാം. എനിക്ക് ആക്ച്വലി ഇങ്ങനെ ഗ്ലാസ് പെയിൻറ്റിംഗ് ആയിട്ട് പ്രത്യേകിച്ച് അങ്ങനെ പ്രൊഫഷണലി പഠിച്ചതോ അതിനെപ്പറ്റി കൂടുതൽ ഐഡിയാസൊന്നും അറിയാവുന്ന ആളൊന്നും അല്ലായിരുന്നു. ജസ്റ്റ് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇങ്ങനെ കുറച്ച് ഗ്ലാസ് പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്തു വെച്ചേക്കുന്നതാണ്. അപ്പോൾ എനിക്കൊരു ചില കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ ഒരു ഇത് തോന്നുമല്ലോ, ഒന്ന് ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. അങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഇതിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ ചില കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതാണല്ലോ, പിന്നെ അത് ക്രൈസ് അതിനോട് കൂടി കുറേ ചെയ്യാനായിട്ട്. എനിക്കൊന്നൊരു 40 ഗ്ലാസ് പെയിൻറ്റിങ്സിൽ കൂടുതൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുവരെ. കുറച്ചൊക്കെ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ഷാജിയിൽ ഫ്ലാറ്റിൽ കുറച്ചൊക്കെ അവൈലബിൾ ഉള്ളൂ. ബാക്കി കുറച്ചൊക്കെ ഞാൻ ഫ്രണ്ട്സിന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർ ഞാൻ ചെയ്ത് കണ്ടിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കാമെന്ന് ചോദിച്ചാൽ അവർക്ക് ഓരോ ഫങ്ഷൻസിനൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ കുറച്ച് പേർക്കൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്ലാറ്റിൽ ഇപ്പോൾ ഉള്ളതിൽ ഒരു 3-4 ഞാൻ കാണിക്കാം. ബാക്കിയൊക്കെ അടുത്തടുത്ത വീഡിയോസിൽ കാണിക്കാം കേട്ടോ. ഇതാണ് ഞാൻ ചെയ്ത ഒരു ഗ്ലാസ് പെയിൻറ്റിങ് അല്ല ഇത്. ആക്ച്വലി ഇത് ഡ്രോ ചെയ്തിട്ട് ഗണപതിയുടെ ആ പിക്ചർ ഡ്രോ ചെയ്തിട്ട് അതിൽ ബീഡ്സ് ഒട്ടിച്ചെടുത്തേക്കാണേ. നല്ല ക്ലിയർ ആവുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഗ്ലേസിംഗ് ഒന്നും വരുന്നില്ലല്ലോ. ഓക്കെ, ഇതൊക്കെ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ട് ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ട്. ആക്ച്വലി എനിക്ക് ഡ്രോയിങ് അത്ര ഫെമിലിയർ ആയിട്ടുള്ള ആളൊന്നും അല്ല കേട്ടോ. ഡ്രോയിങ്സിനെ പറ്റി എനിക്ക് അങ്ങനെ ABCD അറിയാവുന്ന ആളൊന്നും അല്ല. ഞാൻ ഡ്രോയിങ്സ് ചെയ്യുമെന്നേ ഉള്ളൂ. അതിങ്ങനെ പിക്ചർ വല്ലതും നോക്കി വരയ്ക്കാനേ എനിക്കറിയൂ, അല്ലാതെ ഡ്രോയിങ് ഒന്നും അറിയത്തില്ല. ഞാൻ പ്രൊഫഷണലി അങ്ങനെ ഡ്രോയിങ്സ് റിലേറ്റഡ് ഒന്നും അല്ല. എൻ്റെ സബ്ജക്റ്റ് സൈക്കോളജി ആയിരുന്നു. അന്നേരം ഇങ്ങനൊരു ഇൻട്രസ്റ്റ് തോന്നി. ചില കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ ഒരു ക്രൈസ് ആണല്ലോ, അതെന്താ സ്വന്തമായിട്ട് ചെയ്തു നോക്കിയാൽ. പിന്നെ നമ്മൾ സ്വന്തമായിട്ടൊരു പിക്ചറോ എന്തൊരു ചെറിയ സാധനമായാലും നമ്മളുടെ ക്രിയേറ്റിവിറ്റി ചെയ്ത് വീട്ടിൽ വയ്ക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ആരെങ്കിലും കണ്ടിട്ട് ഇത് കൊള്ളാമല്ലോ, സ്വപ്നം ചെയ്താണോ ഇന്ന ആൾ ചെയ്താണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ഒരാൾ കൊള്ളാം എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ എല്ലാ പ്രോഡക്ട്സും മാർക്കറ്റിൽ അവൈലബിൾ ആണ്, പൈസ കൊടുത്താൽ എന്ത് വേണേലും വാങ്ങിക്കാം. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതിനൊരു സന്തോഷം തന്നെയാണ്. നമ്മൾ സ്വന്തമായിട്ടൊരു വർക്ക്, ഒരു ചെറിയൊരു സാധനമാണെങ്കിൽ പോലും ചെയ്തു വെക്കുന്നത്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ ടാലൻസ് കാണും. അതൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തി അതിലോട്ട് പോവുകയാണ് ഏറ്റവും നല്ലത്. ഇപ്പം പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ട്യൂട്ടോറിയൽസും എല്ലാ കാര്യങ്ങളും നമുക്ക് യൂട്യൂബിൽ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ എല്ലാ കാര്യങ്ങളും കിട്ടും. അന്നേരം നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാനും അത് പഠിക്കാനും ഒക്കെയുള്ള അഡ്വാൻറ്റേജസ് ഇപ്പം ഒരുപാടുണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയ ത്രൂ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആയതുകൊണ്ട് ഒരു ഫിംഗർ ടിപ്പിൽ നമുക്കെല്ലാം കിട്ടും. അപ്പോൾ ഇന്നത്തെ ജനറേഷന് ഇങ്ങനെ നമ്മൾ മടി പിടിച്ചിരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ, സ്വന്തമായിട്ട് ചെയ്യാൻ, നമ്മുടെ ഫ്രീ ടൈം വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാതെ നമ്മുടെ തന്നെ ക്രിയേറ്റിവിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓരോരുത്തർക്ക് പല കഴിവുകളായിരിക്കും. അത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. ഇതെൻ്റെ ഒരു അഡ്വൈസാണ്. എനിക്കൊന്നൊരു 35 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് അങ്ങനത്തെ കാര്യങ്ങളിലോട്ടൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങിയത്. അപ്പോൾ ഇത് ഞാൻ ആദ്യം ചെയ്ത് ഗ്ലാസ് വർക്കിലുള്ളതാണ്. ബീഡ്സ് ആണ് ഗണേഷിൻ്റെ ഇതിൽ ഞാൻ ഒട്ടിച്ചെടുത്തേക്കുന്നത്.
ഇതുപോലെ ഞാൻ 2-3 എൻ്റെ ഫ്രണ്ട്സിന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അവർക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ട്, ഹൗസ് വാമിങ്ങിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ എല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഫ്രെയിം ഞാൻ വാങ്ങിക്കും, ബാക്കി ബാക്ക്ഗ്രൗണ്ടും എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഈ ഡ്രോയിങ്സ് ഒക്കെ ഇങ്ങനെ ഈസിയാണ് കേട്ടോ ഇതിൽ ചെയ്യാനായിട്ട്. ഗ്ലാസ് പെയിൻറ്റിങ്ങിന് നമ്മൾ തന്നെ ഡ്രോ ചെയ്യൊന്നും അല്ല, സ്കെച്ച് എടുക്കുകയാണ്, ട്രേസ് ചെയ്ത് എടുക്കുകയാണ്. അതുകൊണ്ട് ഈസിയാണ് എല്ലാം ചെയ്യാനായിട്ട്. അത് ഞാൻ പിന്നെ ഏതെങ്കിലും ട്യൂട്ടോറിയലിൽ കാണിച്ചു തരാം കേട്ടോ. ഇനി അടുത്തൊരു പെയിൻറ്റിങ് കാണിക്കാം. ഇതൊക്കെ പിന്നെ കുറച്ച് ചെയ്തൊക്കെ തുടങ്ങി, കുറച്ച് പതുക്കെ ചെയ്ത കാര്യങ്ങളാട്ടോ ഇതൊക്കെ. ഈ ബേർഡ്സിൻ്റെയൊക്കെ ഇതൊക്കെ ഇത്ര ക്ലിയർ ആവുന്നു എന്ന് എനിക്കറിയില്ല, ഗ്ലെയർ അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ, കാണാമെന്ന് വിചാരിക്കുന്നു. ഈ ബേർഡ്സിൻ്റെയൊക്കെ കുറച്ച് റീസെൻ്റായിട്ട് ചെയ്തതാണ് കേട്ടോ, ഒരു 1 year ബാക്കൊക്കെ ചെയ്തതാണ്. ഞാൻ പിക്ചേഴ്സും കൂടി ഇടാം കേട്ടോ. ഇതിൻ്റെ ഇങ്ങനെ കാണിക്കുമ്പോൾ എത്ര ക്ലാരിറ്റി വരുന്നു എന്ന് എനിക്കറിയില്ല. അങ്ങനെ എനിക്കൊന്നൊരു 15-20-15ഓളം ഇവിടെ അവൈലബിൾ ആണ്, എൻ്റെ ഫ്ലാറ്റിലുണ്ട്. ബാക്കിയൊക്കെ നാട്ടിൽ കൊണ്ടുപോയി, കുറേയൊക്കെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു. പിന്നെ ഒരെണ്ണം ഉള്ളത്, ബാക്കിയൊക്കെ ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ. ഇതൊരു റിവേഴ്സ് പെയിൻറ്റിങ് ആണ് കേട്ടോ, കാണാൻ പറ്റുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫുള്ളായിട്ട് റിവേഴ്സ് പെയിൻറ്റിങ് ആണ് ഹിബിസ്കസിൻ്റെ. ഇതൊക്കെ ഞാൻ ചെയ്യുന്നത്, എനിക്ക് ഇഷ്ടപ്പെടുന്ന പിക്ചേഴ്സ് കാണുന്നത് കമ്പ്യൂട്ടറിൽ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഞാൻ അതിൻ്റെ ട്രേസ് ചെയ്ത് എടുത്തിട്ട് ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യമൊക്കെ ഞാൻ ഗ്ലാസ്സിൽ തന്നെ, ഒറിജിനൽ നമ്മുടെ ഗ്ലാസ് ഇല്ലേ അതിൽ തന്നെ ആയിരുന്നു ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ കാണിക്കുന്നത്, നിങ്ങൾക്ക് സീ ത്രൂ അല്ലേ. അന്നേരം ചെയ്യുന്ന അങ്ങനെ ആയിരുന്നു. ഞാൻ ഒറിജിനൽ ഗ്ലാസ്സിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നെ ഞാനത് വെയിറ്റും കൂടുതൽ, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പാട്, പിന്നെ അത് പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതൽ. അതുകൊണ്ട് ഇപ്പം ഞാനെല്ലാം കൂടുതലും OHP ഷീറ്റിലാണ് ചെയ്യുന്നത്. കുറച്ചൊക്കെ ഇതിനെപ്പറ്റി അറിയാവുന്നവർക്ക് OHP ഷീറ്റൊക്കെ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഡ്രോ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതായിരുന്നു. OHP ഷീറ്റൊക്കെയും ലാബിലൊക്കെ ഓരോ വർക്കിങ്ങിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് OHP ഷീറ്റ്. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ അത് ഗ്ലാസ് ഷീറ്റ് പോലെ തന്നെ ഇരിക്കും, പക്ഷെ അത് പൊട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൽ ചെയ്യുന്നത് ഇപ്പം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ 3 ഗ്ലാസ് പെയിൻറ്റിങ്സ് കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ വേറെ കുറച്ച് വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടി കാണാം കേട്ടോ. എൻ്റെ ഡ്രോയിങ്സ് റിലേറ്റഡും ക്രാഫ്റ്റ്സ് റിലേറ്റഡും പെയിൻറ്റിങ്സ് റിലേറ്റഡും ഒക്കെയുള്ള വിശേഷങ്ങൾ ഇനിയുള്ള വീഡിയോസിൽ കാണിക്കാം. ഇപ്പോൾ ഈ കാണിച്ച 3 പെയിൻറ്റിങ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കമൻസ് അറിയിക്കുക കേട്ടോ. ഇഷ്ടപ്പെടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും കൂടി ഷെയർ ചെയ്യുക. ഇന്ന് കാണിച്ച ഈ 3 ഗ്ലാസ് വർക്കിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഹിബിസ്കസ് ആണോ, ഗ്ലാസ് വർക്ക് ഏതാ, ഗണപതിയുടെ ഡ്രോയിങ് ആണോ, അതോ ഈ ബേർഡ്സിൻ്റെ പെയിൻറ്റിംഗ് ആണോ, ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ പെയിൻറ്റിങ്സുമായിട്ട് ഞാൻ ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇഷ്ടപ്പെടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും കൂടി ഷെയർ ചെയ്യും കേട്ടോ. അന്നേരം ഇതേപോലെ വെറൈറ്റി വീഡിയോസുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം സ്വപ്ന അരുൺ.